ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഒരു 5 ക്വാളിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരിക്കലും ഒരു മനുഷ്യനും 100% പെർഫെക്റ്റ് ആയിരിക്കില്ല. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ടാകും. ആ കുറവുകളോടെയും പോരായ്മകളോടെയും അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾക്ക് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഒരു 5 ക്വാളിറ്റീസാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ഇമോഷണൽ സപ്പോർട്ടാണ്. ഇമോഷണൽ സപ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയ്ക്കൊരു സങ്കടമോ ഒരു പ്രയാസമോ ഉണ്ടാകുമ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ എപ്പോഴും ചില ആളുകൾ പറയാറുണ്ട്, നീ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, നിനക്ക് എപ്പോഴും ഇതേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും നീ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക, അങ്ങനെ കുറ്റപ്പെടുത്താതെ അതിൻ്റെ റീസൺ എന്താണെന്ന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷനാണ്. തുറന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഭാര്യയുടെ ചിന്തകളും അല്ലെങ്കിൽ ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിനോടൊപ്പം മനസ്സിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ മാറ്റുവാനും ഏറെക്കുറെ ഈ കമ്മ്യൂണിക്കേഷനാണ് സഹായിക്കുന്നത്. മൂന്നാമത് ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ട്രസ്റ്റാണ്, വിശ്വാസം. അതായത് വിശ്വാസമാണ് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത്. പരസ്പരം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുള്ളൂ. നാലാമത്തെ ക്വാളിറ്റിയാണ് റെസ്പെക്റ്റ്. ഏതൊരു വ്യക്തിയും തൻ്റെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഭാര്യ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭർത്താവിൽ നിന്നിട്ടുള്ള റെസ്പെക്റ്റാണ്. അതായത് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എടി പോടി അങ്ങനെ വിളിക്കാതെ കുറച്ച് റെസ്പെക്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ തരം താഴ്ത്തി സംസാരിക്കാതെ കുറച്ച് റെസ്പെക്റ്റോടെ കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കാൻ ഏതൊരു ഭാര്യയ്ക്കും ആഗ്രഹം കാണും. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെയുള്ള മാതാപിതാക്കളാണെങ്കിൽ അദ്ദേഹം തൻ്റെ ഭാര്യയോട് എത്രത്തോളം റെസ്പെക്റ്റീവ്ലി സംസാരിക്കുന്നുണ്ടെന്ന് ആ മക്കൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ വലുതായി കഴിഞ്ഞ് അവർക്കൊരു കുടുംബജീവിതം ഉണ്ടാകുമ്പോഴും അവരുടെ പങ്കാളിയോടും അവർ അതേ റെസ്പെക്റ്റ് കാണിക്കാൻ ശീലിക്കും. അഞ്ചാമത്തെ ക്വാളിറ്റിയാണ് റെസ്പോൺസിബിലിറ്റീസ്. തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുള്ള ഒരു ഭർത്താവിനെയായിരിക്കും ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അയാളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾ നല്ലൊരു ഭർത്താവാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. അപ്പോൾ ഈ 5 ക്വാളിറ്റീസും നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.